الحمد لله الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود صلى الله على سيدنا محمد أشرف المولود وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. സർവാധിനാഥനായ അല്ലാഹു നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നുപോയ സകലമാന പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കുമുള്ള മുഴുവൻ അസുഖങ്ങളും പൂർണ്ണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ ഷരീഫിന് സ്വാഗതം ചെയ്യുവാൻ വിശ്വാസികൾ അവരുടെ ഭൗതികമായ ഒരുക്കങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ കഴിഞ്ഞ ജുമാകളിൽ നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ ആത്മീയ ഒരുക്കങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള ഹൃദയ വിശുദ്ധി ലഭിക്കാൻ വർഷത്തിലൊരിക്കൽ അള്ളാഹു നൽകിയിരിക്കുന്ന വ്രതാനുഷ്ഠാനവും പരിശുദ്ധ ഖുർആനിന്റെ വാർഷികവുമാണ് റമളാൻ എന്ന് നമുക്കറിയാം. ആ റമളാനിനെ നാം സ്വാഗതം ചെയ്യുമ്പോൾ സലീമായ, പാപഭംഗിതമല്ലാത്ത, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ഹൃദയത്തോടു കൂടിയാണ് നാം ആ റമളാനിനെ സ്വാഗതം ചെയ്യേണ്ടത് എന്ന് കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കി. അതോടൊപ്പം അള്ളാഹുവിനോട് ഏതെല്ലാം നിലയിലുള്ള ബാധ്യതകൾ നമ്മൾക്കുണ്ടോ ആ ബാധ്യതകൾ പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ സാമൂഹികമായി നമുക്കുള്ള ബാധ്യതകൾ, വ്യക്തി ബന്ധങ്ങൾ, അത് സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോവേണ്ടത് എന്നാണ് ഉണർത്താനുള്ളത്. നമ്മുടെ ബന്ധങ്ങളെ പരിപാലിച്ചുകൊണ്ടാണ് റമളാനിനെ നാം സ്വാഗതം ചെയ്യേണ്ടത്. അള്ളാഹുവിനോട് നമുക്ക് ധാരാളം ബന്ധങ്ങളുണ്ട്. അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നാം. അതിനു പുറമെയാണ് നമുക്ക് സാമൂഹികമായ ബന്ധങ്ങൾ അള്ളാഹു നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. അതിന്റെ ഒന്നാമത്തത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടുടനെ പലയിടങ്ങളിലും നമ്മെ നിർദ്ദേശിക്കുന്ന ഒന്നാണ് വബിൽ വാലിദൈനി ഇഹ്സാന എന്നത്. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നത്. ഭൗതിക ലോകത്തിന്റെ ക്രമം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുവാനുള്ള ചില വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളാണ് എന്ന് നാം മനസ്സിലാക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ സ്വന്തം മാതാപിതാക്കളെ
വെട്ടിക്കൊല്ലുന്ന വാർത്തകൾ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി നാം ബന്ധങ്ങളെ പൂർത്തീകരിക്കണം, സൂക്ഷിക്കണം, പരിപാലിക്കണം എന്ന് പറയുന്നിടത്ത് മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, അതെങ്ങനെയാണ് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നത്? ആരാണ് നമ്മുടെ മാതാപിതാക്കൾ? കൊച്ചുനാൾ മുതൽ ആ മാതാപിതാക്കളെ ഒട്ടിച്ചേർന്ന് നടക്കുന്ന നാം, അവരോട് സ്നേഹവും കാരുണ്യവും കാണിച്ച നാം, എപ്പോഴാണ് നമുക്ക് മാതാപിതാക്കളോട് വെറുപ്പും വിദ്വേഷവും പകയും ഉണ്ടായി തുടങ്ങുന്നത്? നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടകങ്ങളിൽ ഒരു 15-16 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ആൺമക്കളെ, നമ്മുടെ പെൺമക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാം സ്വയം ചൂളിപ്പോകുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടോ? എൻ്റെ വീട്ടിലെ എൻ്റെ മക്കളെ നിയന്ത്രിച്ച് നമുക്ക് സ്നേഹം നൽകുന്ന, നമ്മെ അനുസരിക്കുന്ന, സമൂഹത്തിൽ നന്മയാർന്ന ജീവിതമാണോ നമ്മുടെ മക്കളിൽ നിന്നുണ്ടാവുന്നത് എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും അനുസരണവും കിട്ടുന്നില്ല എന്ന പരാതികൾ നമുക്കുണ്ടാവാറുണ്ടോ? ബന്ധങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മാതാപിതാക്കളോടുള്ള ബന്ധം മാത്രമല്ല നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അള്ളാഹുവിനോടുള്ള ബന്ധം, അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞാൽ ഉടനെ അള്ളാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം എന്നാണ്. ഭൗതികമായ അതിപ്രസരത്തിൽ മാതാപിതാക്കൾ ആരാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് മക്കൾക്ക് കുറവുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന മക്കളോട്, ചെറിയ 3 മക്കളുണ്ട്, കുറച്ചുകൂടി മുഴുത്ത മക്കളുണ്ട്, അവരോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, അവർ ഇപ്പോൾ പറയുന്നത് അനുസരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്താണ് അതിൽ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ഞാൻ ഉറച്ചു പറയുന്നു, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികമായ കുറച്ച് സംവിധാനങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ. നിങ്ങൾ മിഠായി വേണമെന്ന് പറയുമ്പോൾ മിഠായി വാങ്ങിത്തരാൻ, നിങ്ങൾ കളിക്കണമെന്ന് പറയുമ്പോൾ കളിക്കോപ്പുകൾ വാങ്ങിത്തരാൻ, നിങ്ങളെ ആസ്വാദനത്തിന് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ടൂർ കൊണ്ടുപോകാൻ, നിങ്ങളെ ഹോട്ടലിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിത്തരാൻ, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൊത്തുകൊണ്ട് ഭൗതികമായ സംവിധാനങ്ങൾ തരുന്നത് കൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ഇപ്പോൾ അവരെ സ്നേഹിക്കുന്നത്? അല്ല എന്ന് പറയാൻ ഏതെങ്കിലും മക്കൾക്ക് സാധിക്കുമോ? അല്ല എന്ന് പറയാൻ സാധിക്കുമോ? ആ ഭൗതികമായ സ്നേഹവും താരാട്ടും ആ ഭൗതികമായ സംവിധാനങ്ങളും കുറയുന്നതിനനുസരിച്ച് മാതാപിതാക്കളോടുള്ള സ്നേഹങ്ങൾ, അവരോടുള്ള അനുകമ്പ, അവരെ അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം. മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ളപ്പോൾ, അവർക്ക് സമ്പത്തുള്ളപ്പോൾ, അവർക്ക് കഴിവുള്ളപ്പോൾ അവരെ ഞങ്ങൾ അനുസരിക്കും, ഞങ്ങൾക്ക് എന്തും തരും, അതുകൊണ്ട് സ്നേഹമുണ്ട്. അവർ കിടപ്പിലായാൽ, അവർ വാർദ്ധക്യം ബാധിച്ചാൽ, അവർ നമുക്ക് ശല്യമായി തീർന്നാൽ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഇപ്പോൾ പ്രയോജനമെന്നുമില്ല. നാം അവർക്ക് അങ്ങോട്ട് സമ്പത്ത് മുടക്കണം, അവർക്ക് മരുന്ന് വാങ്ങണം, അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ നാം കാണണം. ഇപ്പോൾ അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ, ഒരു ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ
നമ്മുടെ സ്നേഹത്തിന്റെ അളവ്, അവരെ അനുസരിക്കുന്നതിന്റെ അളവ്, നമ്മുടെ കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചിക്കുന്നതിന്റെ അളവ് കുറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരുത്തുന്നത്. അല്ലാഹു പറയുകയാണ്, നിങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരാൾ, മാതാവും പിതാവും ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരാൾ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ നിങ്ങൾക്കെത്തിച്ചാൽ, രോഗികളായി നിങ്ങളുടെ മുന്നിൽ അവരെത്തിച്ചാൽ, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ ഫലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ സന്ദർഭത്തിൽ മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണം എന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. ഇപ്പോ മാതാപിതാക്കൾ നമ്മുടെ സംരക്ഷകരായിരിക്കെ, അവർക്ക് തൊഴിലുണ്ടായിരിക്കെ, ഉദ്യോഗമുണ്ടായിരിക്കെ, സമ്പത്തുണ്ടായിരിക്കെ, അവർക്ക് ആരോഗ്യമുണ്ടായിരിക്കെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഒന്ന് തടവിക്കൊടുക്കാൻ, ഒന്ന് കൂട്ടിരിക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ നമ്മൾ തയ്യാറാകും. അതല്ല അള്ളാഹു പറഞ്ഞത്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവരുള്ളത് എല്ലാവിധ കഴിവും അറ്റുപോയി പരാശ്രിതനായി ആരെങ്കിലും ആശ്രയിച്ചിട്ട് വേണം ചിലപ്പോൾ അവർക്കൊന്ന് ബാത്റൂമിൽ പോവാൻ, ആരെങ്കിലും ആശ്രയിച്ചിട്ട് വേണം അവർക്കൊരു ചുവട്ടടി നടക്കാൻ. ആ സമയത്ത് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ഛേ എന്ന് പറയരുത്. അവരുടെ സംസാരത്തിൽ, അവരുടെ പ്രവർത്തനത്തിൽ, അവരുടെ നടത്തത്തിൽ, അവരുടെ ചിന്തയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് വന്നുപോയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന് ഒരു പ്രയോഗം ഉണ്ടാവരുത്. നാം ആലോചിച്ച് നോക്കാം, നമ്മുടെ മാതാപിതാക്കളോട് നാം അങ്ങനെയാണോ? വലാ തൻഹർഹുമാ, അവരെ വിരട്ടരുത്, അവരെ കൊല്ലരുതെന്നല്ല അല്ലാഹു പറഞ്ഞത്. എത്രയോ ഭീകരമായിരിക്കും. വലാ തൻഹർഹുമാ, അവരെ വിരട്ടരുത്. ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മക്കൾ നമ്മുടെ നേരെ നോക്കിയിട്ട്, അതെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, തൽക്കാലം അവിടെ മിണ്ടാതിരുന്നാൽ മതി എന്ന് വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കി പറയുന്ന മക്കൾ നമ്മുടെ നാടുകളിലില്ലേ? ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം, ഇപ്പൊ നിങ്ങളുടെ ആവശ്യമില്ല. ഇതൊക്കെയാണ് വിരട്ടൽ എന്ന് പറയുന്നത്. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അരുത്. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായി മാത്രമേ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ. അവരുടെ പ്രവർത്തനങ്ങളില്, അവരുടെ സംസാരങ്ങളില് നിങ്ങൾക്ക് എത്ര ഈർഷ്യത തോന്നിയാലും ശരി, സംസാരം പക്വമായിരിക്കണം, മാന്യമായിരിക്കണം. നമ്മുടെ ഇസ്ലാമികമായി മദ്രസയിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിക്കാത്ത ധാരാളം ആളുകള് അമുസ്ലിമീങ്ങളായി നമുക്ക് ചുറ്റുമുണ്ട്. നാം അവരുടെയൊക്കെ വീടുകളിൽ അവരുടെ മാതാപിതാക്കളെ പരിചരിക്കുന്നതിൽ ചില മക്കൾ കാണിക്കുന്ന പക്വത കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. പടച്ചവനെ, 5-ാം വയസ്സ് മുതൽ 1, 2 മുതൽ 10 ക്ലാസ് അല്ലെങ്കിൽ 12 ക്ലാസ് മദ്രസകളിൽ പഠിപ്പിച്ച കുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകമായ അനുകമ്പയും സ്നേഹവും പ്രായമായ 80-ഉം 60-ഉം വയസ്സായ മാതാപിതാക്കളോട് ആ മക്കൾ കാണിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഷൊർണൂരിലെ ഇറങ്ങി ഇങ്ങനെ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് മോഡേൺ ഡ്രസ് അണിഞ്ഞിട്ട് ഒരു പെൺകുട്ടി, ഒരു 28 വയസ്സുണ്ടാവും ആ പെണ്ണിന്. ആ പെണ്ണിന്റെ അമ്മ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് തോന്നുന്ന അമ്മയാണെന്നാണ്. നല്ല വയസ്സാണ്. ആ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ കൈപിടിച്ച് ഓരോ സ്റ്റെപ്പും ഇറക്കി ആ ട്രെയിനിന്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് നടന്ന്
സ്റ്റെപ്പ് കയറാൻ പറ്റാത്തത് കൊണ്ട് ആ അറ്റത്ത് നിന്ന് ഇങ്ങനെ കൈ പിടിച്ചോരോന്നും ഇറക്കിക്കൊണ്ടുവന്ന് ലാസ്റ്റ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവിടെ കുറച്ച് സമയം അവരോടൊപ്പം ഇരുന്നു. അപ്പോ ഈ അമ്മ വല്ലാതെ കിതക്കുന്നുണ്ട്. ഇത് ഇസ്ലാമികമായ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു കുട്ടിയിൽ നിന്ന് കാണുമ്പോൾ, നമ്മുടെ മക്കളിൽ നിന്ന് മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ്. നമ്മളുടെ എഡ്യൂക്കേഷൻ, ഇസ്ലാമികമായ വിദ്യാഭ്യാസം, മോറൽ വിദ്യാഭ്യാസം നൽകിയിട്ട് നമ്മുടെ മക്കൾക്ക് എന്ത് പറ്റിപ്പോയി? അതുകൊണ്ട് കുറച്ചും കൂടി ഗൗരവമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട് മോശമായി കൊണ്ടിരിക്കുന്നു എന്ന് നാം പറയുമ്പോൾ അല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മകൾ പ്രതിഫലിക്കുന്ന പ്രവർത്തനങ്ങൾ എവിടെയൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ നമ്മുടെ മക്കളെ അങ്ങോട്ടെത്തിക്കാനുള്ള എന്തൊക്കെയോ പോരായ്മകൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്കുണ്ടായിട്ടുണ്ട്. വെറും മദ്രസയിലെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല നമ്മുടെ ബന്ധങ്ങളുടെ ഊഷ്മളത എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് കണ്ണീർ വാങ്ങേണ്ട ആവശ്യമുണ്ടാവുകയില്ലായിരുന്നു. ഇപ്പോഴത് കൂടുതലാണ്. ഇപ്പോൾ മാതാപിതാക്കൾ പെൺമക്കളെ കൊണ്ട്, ആൺമക്കളെ കൊണ്ട് മാനസികമായി പ്രയാസപ്പെടുന്നത് വീടകങ്ങളിൽ കൂടുതലാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോ വയോവൃദ്ധ സദനങ്ങളിലേക്ക് മുസ്ലിമീങ്ങൾ അയക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും പല മാതാപിതാക്കളും 60 കഴിഞ്ഞ റിട്ടയർമെന്റ് ആയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള മാതാപിതാക്കൾ പോലും അവരുടെ മക്കളുടെ കീഴിൽ അടിമകളായി കഴിയുന്നു എന്ന് പറയാൻ എനിക്ക് സാധിക്കും. പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. മക്കൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ തൽക്കാലം മരിക്കുന്നത് വരെ ആ ഒരു കൊച്ചു കട്ടിലിൽ കിടന്നുറങ്ങാം, ഉള്ളത് കഴിച്ചുകൊണ്ട് എന്നൊരു അവസ്ഥയിലേക്ക് ഒരു പിതാവ് പറയുന്നത്, എനിക്ക് സമ്പത്തുണ്ടായിരുന്നപ്പോൾ, ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇപ്പോൾ എന്റെ പല്ല് കൊഴിഞ്ഞു, എന്റെ ശക്തി കഴിഞ്ഞു. ഇപ്പോൾ മക്കൾ പണം തന്നാൽ മാത്രമാണ് എനിക്കൊരു കാലിച്ചായ വാങ്ങി കുടിക്കാൻ പറ്റൂ. അതും ഞാൻ അവരോട് ചോദിക്കേണ്ട ഗതികേടിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ഇപ്പോൾ ഗൾഫിൽ ഉദ്യോഗമുള്ളവർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗമുള്ളവർ, അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്യുന്നവർ, നിങ്ങളുടെ മാതാപിതാക്കൾ പ്രയാസപ്പെട്ട് വീട്ടിലുണ്ടാവും. അവർക്കാരും ഒരു പൈസയും കൊണ്ടുവന്ന് കൊടുക്കില്ല. സമ്പത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദരിദ്രരായി കാണുകയുമില്ല. അവർ ആരുടെയും മുന്നിൽ കൈ നീട്ടുകയുമില്ല. നിങ്ങളാണ് മാസത്തിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ, അല്ലെങ്കിൽ ദിവസത്തിൽ എന്റെ പിതാവിനും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒരു പിതാവ് പറഞ്ഞത്, എന്റെ പേരക്കുട്ടികൾ വരും എന്റെ അടുക്കലെ കോടി, ഉപ്പ മിഠായി എന്ന് പറഞ്ഞ് മിഠായി വാങ്ങി കൊടുക്കാൻ എന്റെ കയ്യിൽ ഇപ്പൊ പണമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു 100 രൂപ, ഒരു 500 രൂപ, ഒരു 1000 രൂപ, അല്ലെങ്കിൽ ഒരു 5000 രൂപ വാപ്പക്ക് വ്യക്തിപരമായ ചെലവിന് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള അടിച്ചുപൊളിക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും. അവർക്കും ആഗ്രഹങ്ങളുണ്ട്, ഉമ്മക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവർ കെട്ടിച്ചു വിട്ട പെൺമക്കളുടെ വീടുകളിൽ പോകാൻ, അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് മകനിൽ നിന്ന് ചോദിക്കണം, മകനെ എനിക്ക് ഇന്നടുത്ത് പോകണം, വണ്ടിക്കൂലി തരണേ, അവർക്ക് ഇത്തിരി ഫ്രൂട്ട്സ് വാങ്ങാൻ പൈസ തരണേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അവഗണിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാചകങ്ങളിൽ അവസാനം പറയുന്നത്, കാരുണ്യത്തിന്റെ ചിറകവർക്ക് താഴ്ത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സംസാരത്തില്, നിങ്ങളുടെ പ്രവർത്തനത്തില്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡില്, നിങ്ങളുടെ നോട്ടത്തിൽ പോലും കാരുണ്യമുണ്ടായിരിക്കണം. അപ്പോഴേ അവർക്ക് സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. ആ സ്വസ്ഥത ലഭിക്കുമ്പോഴാണ് അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വീടകങ്ങളിൽ മാതാപിതാക്കളോടുള്ള ബന്ധം അത് സുദൃഢമല്ലെങ്കിൽ,
അവരവരുടെ പ്രായത്തിനനുസരിച്ച് ആ ബന്ധം സുദൃഢമാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ റമദാനിലെ അമലുകൾക്ക് പുണ്യം ലഭിക്കുന്നത്, തഖ്വ ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമുള്ള റമദാനിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീടകങ്ങളിലെ മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ സന്തോഷത്തില് തൃപ്തിയില് ആക്കി കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ഒരു റമദാനിനെ സ്വാഗതം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المؤمنين والمسلمين أجمعين فاستغفروه إنه هو الغفور الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.